ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ നോക്കുന്നത് എന്താണ് നിങ്ങളുടെ ലൈഫിൽ അടുത്തതായിട്ട് സംഭവിക്കാൻ പോകുന്നത്, എന്ത് മാറ്റമാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നത്. ഓക്കെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. അതേപോലെ ടൈംലെസ് ആയതുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആവുന്നതായിരിക്കും. സപ്പോസ് ഇനി റെസനേറ്റ് ആകുന്നില്ല, റീഡിംഗ് റെസനേറ്റ് ആകുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് കാർഡ്സ് എടുത്ത് നോക്കാം. വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ ലൈഫ്? എന്താണ് നിങ്ങളുടെ ലൈഫിൽ അടുത്തതായിട്ട് സംഭവിക്കാൻ പോകുന്നത്? ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട്, എൻ്റെ ദ ഹാങ്ഡ് മാൻ വന്നിട്ടുണ്ട്, റിവേഴ്സ്ഡ് ആണ്. ദ മജീഷ്യൻ കാർഡ് വന്നിട്ടുണ്ട്, ക്വീൻ ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ഇവിടെ എന്തെങ്കിലും ഒരു കാര്യത്തില് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരാണെങ്കിൽ, അതായത് ജോലിക്കായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും പേഴ്സൺസിനെ ആയിരിക്കാം നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ, അതൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു ടൈമാണിത്. ഓക്കെ, നിങ്ങൾ കോടതിയിലൊക്കെ എന്തെങ്കിലും കാര്യത്തിന് കോടതിയിലൊക്കെ ഒരു വിധി നിങ്ങൾക്ക് വരാനുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്കെതിരെയല്ല, നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു രീതിയിൽ ഒരു മറുപടി കിട്ടുന്നതാണ്. ഓക്കെ, ഇവിടെ മജീഷ്യൻ കാർഡ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം, ഈ നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഒരു കുറച്ച് ഡേയ്സത്തെ സമയം അനുസരിച്ച് നിങ്ങളുടെ എനർജി വളരെ പവർഫുൾ ആയിട്ടുള്ള എനർജിയാണ്. നിങ്ങൾ എന്ത് അട്രാക്ട് ചെയ്താലും നിങ്ങളിലേക്ക് വരുന്ന ഒരു സമയമാണ്. ഓക്കെ, ഇവിടെ ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട്. എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ എൻഡ് ചെയ്തിട്ടുണ്ട്, ഒരു അവസാനം വരുത്തിച്ചിട്ടുണ്ട്. റിലേഷൻഷിപ്പിലൊക്കെ നിന്ന് ബ്രേക്ക് ഡൗൺ ആയിട്ടിരിക്കുന്നവരുണ്ടാകുമല്ലോ, അവരൊക്കെ അത് വേണ്ടാന്ന് വെച്ചിട്ട്, അതായത് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്ത് നിൽക്കുന്നുണ്ടാകാം. ആ സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് നിങ്ങളെ തന്നെ മനസ്സിലാക്കി നിൽക്കുന്നുണ്ടാകാം. ഓക്കെ, റിലേഷൻഷിപ്പ് മാത്രമല്ല, എന്തൊരു കാര്യമാണെങ്കിലും നിങ്ങൾക്ക് സേഫ് അല്ല എന്ന് തോന്നുന്ന, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ എങ്ങനെയാണ് നിൽക്കുന്നത്, നിങ്ങൾക്കത് ഒട്ടും സേഫ് അല്ല, നിങ്ങൾ സെക്യൂർ അല്ല എന്ന് തോന്നുന്ന കാര്യത്തിൽ നിന്ന് നിങ്ങൾ റിമൂവ് ആയി വന്ന് നിൽക്കുന്നതായിട്ടായി ആ ഒരു കാര്യം നിങ്ങൾ എൻഡ് ചെയ്യിപ്പിച്ചതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, സ്റ്റക്കായി നിന്നിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു, എന്തൊക്കെയോ കാര്യങ്ങളിൽ നിങ്ങൾ സ്റ്റക്കായി നിന്നിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സിറ്റുവേഷൻ വെച്ച് കണക്ട് ചെയ്യാം. ചിലപ്പോൾ റിലേഷൻഷിപ്പിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ആഗ്രഹം നടക്കാത്തതായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വേണമെന്ന് ആഗ്രഹിച്ചിട്ട് അത് കിട്ടാത്തതായിരിക്കാം. അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ നിങ്ങൾ സ്റ്റക്കായി നിന്നിട്ടുണ്ടായിരുന്നു, ഒരു സങ്കടപ്പെട്ട് നിന്നിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു, കുടുങ്ങി കിടന്നിട്ടുണ്ടായിരുന്നു. ഒരു ആക്ഷൻ എടുക്കാൻ പറ്റാതെ, ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ നിങ്ങൾ കുടുങ്ങി കിടന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ ഒരു എനർജി നിങ്ങൾക്ക് മാറിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ അതിൽ എൻഡ് വരുത്തിയിട്ടുണ്ട്. സോ ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ എന്ത് അട്രാക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു സമയമാണ്. ഓക്കെ, അതായത് മാനിഫെസ്റ്റ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇപ്പോൾ നിങ്ങൾക്കത് വളരെ പെട്ടെന്ന് നിങ്ങളിലേക്ക് അട്രാക്ട് ആവുന്ന ഒരു ടൈമാണ്. ഓക്കെ, പാസ്റ്റ് ലൈഫിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള പെയിൻസ് ഒക്കെ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് വന്നിട്ടുണ്ട്. അതായത് പാസ്റ്റിൽ നിന്നിട്ട് കാര്യമില്ല, അത് പാസ്റ്റ് എന്ന് പറയുന്നത് പാസ്റ്റ് തന്നെയാണ്. സോ പ്രസന്റിൽ ജീവിക്കാം എന്നുള്ള ഒരു തീരുമാനം നിങ്ങൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ഇഷ്ടപ്പെട്ട ആളുകളൊക്കെ നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു, അതൊക്കെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. ആ സിറ്റുവേഷൻസ് ഒക്കെ എന്താണ്, ഏതാണ്, എങ്ങനെയുള്ള ആളുകളാണ് എന്നുള്ളതൊക്കെ നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. ഓക്കെ, ഇത് ടവർ കാർഡ്. നിങ്ങൾക്കൊരു പുതിയ തുടക്കമാണ്. പാസ്റ്റ് ലൈഫിൽ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ, അതായത് എന്താണെങ്കിലും, പെയിൻ ആണെങ്കിലും എന്താണെങ്കിലും, നിങ്ങൾ ആ പാസ്റ്റ് ലൈഫിൽ നടന്നിട്ടുള്ള, നിങ്ങൾക്കെതിരെ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളെ എൻഡ് ചെയ്യിപ്പിച്ചിട്ട് നിങ്ങൾക്ക് പുതിയൊരു തുടക്കമാണ് ഇവിടെ. ഏതൊരു കാര്യത്തിലും, കരിയർ ആണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും എന്തിലും നിങ്ങൾക്കൊരു പുതിയ തുടക്കമാണ് ഇവിടെ. ഓക്കെ, ആളുകൾ എങ്ങനെയുള്ളവരാണ്, അല്ലെങ്കിൽ അവരെന്തിനാണ് ലൈഫിൽ വരുന്നത്, അവരെന്താണ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത് എന്നൊക്കെയുള്ളൊരു ബോധം നിങ്ങൾക്ക് ഇപ്പോഴുണ്ട്. നിങ്ങൾ ആ സിറ്റുവേഷൻസ് ഒക്കെ ഇപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി, മനസ്സിലാക്കാൻ തുടങ്ങി. ഓക്കെ, നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്നും പല അടയാളങ്ങൾ കിട്ടുന്നുണ്ടാകും. അതായത് നിങ്ങളുടെ പുതിയ തുടക്കം, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് പെട്ടെന്ന് അട്രാക്ട് ആകും, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു
ജോബ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പ്രപ്പോസ് ചെയ്യാൻ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ അതൊക്കെ നിങ്ങൾക്കൊരു ബെറ്റർ ടൈമാണ് എന്നുള്ള അടയാളങ്ങൾ നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്നും കിട്ടുന്നുണ്ടാകും, പ്രകൃതിയിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാകും. ഓക്കെ, പക്ഷെ നിങ്ങൾ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്ന് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ക്യൂൻ ഓഫ് വൺസ് ഇവിടെ സെയിം ആയിട്ട് രണ്ട് കാർഡ്സ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ചൊരു ആത്മധൈര്യം കുറഞ്ഞിരിക്കുന്നുണ്ടാകാം ഇപ്പോൾ. നിങ്ങളുടെ ഇടയിലുള്ള സ്റ്റക്ക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ റിമൂവ് ചെയ്തു, ബട്ട് നിങ്ങൾക്ക് ഒരു ആത്മധൈര്യം കുറഞ്ഞിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ട്. അങ്ങനെ ഇരിക്കേണ്ട കാര്യമില്ല. ഓക്കെ, നിങ്ങൾക്കൊരു വിശ്വാസക്കുറവ്, അതായത് നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ടാകും, എന്നിട്ട് നിങ്ങൾക്ക് അതിൽ നിന്നൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ടാകില്ല. വെയിറ്റ് ചെയ്ത് നിങ്ങളിങ്ങനെ ഒരുപാട് എഫേർട്ട് എനിക്ക് നാളെ കിട്ടും അല്ലെങ്കിൽ മറ്റന്നാൾ അതിന്റെ റിസൾട്ട് കിട്ടും എന്ന് കരുതി നിങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നിട്ടുണ്ടെങ്കിൽ, ജോബിലാണെങ്കിലും റിലേഷൻഷിപ്പിലാണെങ്കിലും, ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും ഒരു ഇഷ്ടം വെയിറ്റ് ചെയ്തായിരിക്കും, അല്ലെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷൻ, നോ കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ളവരാണെങ്കിൽ നിങ്ങൾ എന്താ പറയുക, നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുമോ അല്ലെങ്കിൽ തിരിച്ചു വരട്ടെ എന്നുള്ളൊരു വെയിറ്റിംഗ് ഒക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാകും. അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രതീക്ഷ നഷ്ടമായിട്ടുണ്ടാകും. അവിടെ നിങ്ങളുടെ ആത്മധൈര്യം കുറഞ്ഞതായിട്ട്, അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് പ്രതീക്ഷ വെക്കണ്ട എന്നുള്ളൊരു എനർജിയിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ടാകും. ഓക്കെ, ആ ഒരു എനർജിയുടെ കാര്യം ഇവിടെ ഇല്ല. നിങ്ങൾ നിങ്ങളുടെ ഇൻഡ്യൂഷനെ വിശ്വസിക്കണം. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള പാഠങ്ങളെ നിങ്ങൾ അതൊക്കെ മനസ്സിലാക്കണം. ഓക്കെ, ഇത് ഫുൾ കാർഡാണ് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത്. നിങ്ങൾക്കൊരു പുതിയ തുടക്കമാണ്. നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ചത് വളരെ പെട്ടെന്ന്, ടൈം ഒന്നും എടുക്കുന്നതല്ല, ഡിലേ അല്ല, നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് വന്നു ചേരുന്ന ഒരു സമയമാണിത്. പഴയതൊക്കെ എൻ്റെ ഏൽപ്പിച്ചിട്ട് പുതിയൊരു ലൈഫ്, നിങ്ങൾക്ക് പുതിയതായിട്ട് നിങ്ങൾ ജനിച്ചതുപോലെയുള്ള ഒരു എനർജിയാണ്. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങൾ എന്താഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ അട്രാക്റ്റ് ആയി വരുന്നത് കൊണ്ട്, എന്താണെങ്കിലും പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളിലേക്ക് വരുന്നത് കൊണ്ട് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കാതിരിക്കുക. ഓക്കെ, ഇപ്പോൾ എന്താ പറയാ, നിങ്ങൾ ആരെങ്കിലുമൊക്കെ കുറിച്ചിട്ട് ഭയങ്കര അഹങ്കാരമോ അല്ലെങ്കിൽ അവരെ കുറിച്ചിട്ട് എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്നുണ്ടെങ്കിൽ പരമാവധി നിങ്ങൾ പോസിറ്റീവ് ആവാൻ ശ്രമിക്കുക. നെഗറ്റീവ് ആയിട്ടുള്ള എന്ത് തോട്ട് നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും അത് നിങ്ങളിലേക്ക് തന്നെ വരുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അത്രയ്ക്കും ഒരു പവർഫുൾ ആയിരിക്കുന്ന ഒരു എനർജി സിറ്റുവേഷൻ ആണ് നിങ്ങൾക്കിവിടെ. കാരണം നിങ്ങളിവിടെ യൂണിവേഴ്സുമായിട്ട്, അതായത് പ്രകൃതിയുമായിട്ട് അടുക്കുന്ന ഒരു എനർജി ഉണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങൾക്കിപ്പോൾ നിങ്ങളെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെ വിഷമിപ്പിക്കുന്ന ആളുകളിൽ നിന്ന് നിങ്ങൾ സ്വന്തം തീരുമാനം എടുത്തിട്ട് നിങ്ങൾ ആ ഒരു കാര്യം എന്റെ ഏൽപ്പിച്ചിട്ട് ഓക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ സോളിനെ തന്നെ അറിയുന്ന ഒരു സമയമായിരിക്കും. അങ്ങനെ നിൽക്കുമ്പോൾ സെൽഫ് ലവ് ചെയ്യുന്ന സമയത്ത്, സെൽഫ് ലവ് നിങ്ങൾ ഇവിടെ ചെയ്യാൻ തുടങ്ങി എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ആ ഒരു പെയിനിൽ നിന്നും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടാത്തത് എന്താണോ, നിങ്ങൾക്ക് വേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ റിമൂവ് ചെയ്ത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് കളയുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ അടുത്തോട്ട് തന്നെ വരും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആരാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോബ് ആണെങ്കിലും ഒക്കെ നിങ്ങളിലേക്ക് വരും. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ ട്രാവലിംഗ് ഒക്കെ ആഗ്രഹിക്കുന്നവർ, അതായത് ഒരുപാട് നാള് കൊണ്ട് എവിടെയെങ്കിലുമൊക്കെ പോകണം എന്നൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് അത് നടക്കുമെന്ന് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളിലേക്ക് പുതിയ ആളുകൾ നിങ്ങളിലേക്ക് വരുന്നതാണ്. ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലായിരിക്കാം, പുതിയ ആളുകൾ നിങ്ങളിലേക്ക് വരുന്നതാണ്. ആൻഡ് ജോബൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ളവർ ആൻഡ് ഇന്റർവ്യൂവിലൊക്കെ പങ്കെടുത്തിട്ടുള്ളവർക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് അവിടെ നിന്ന് കിട്ടുന്നതാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് നിങ്ങളിലേക്ക് വരുന്ന സമയത്ത് അതിനെ പരമാവധി പോസിറ്റീവ് ആയിട്ട് എടുക്കുക. നെഗറ്റീവ് ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, കാരണം ഇവിടെ നിങ്ങൾക്ക് ന്യൂ ബിഗിനിങ് ആണ്, പുതിയതായിട്ടുള്ള ഒരു തുടക്കമാണ് നിങ്ങൾക്ക് ഇവിടെ. സോ ഇനി നിങ്ങൾക്ക് അങ്ങോട്ട് നല്ല രീതിക്ക് പോസിറ്റീവ് എനർജിയിൽ തന്നെ നിന്നിട്ട് എന്തു നേടിയെടുക്കാനുള്ളൊരു പവർ. മജീഷ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാജിക്കുകാരനെ പോലെയാണ്. നിങ്ങൾ മാജിക്കുകാരൻ എന്നല്ല, അങ്ങനെയാണ്, ആ ഒരു പവറാണ്. സോ എന്തും അട്രാക്ട് ആവുന്ന ഒരു സമയമാണ്. അത് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരാൻ തയ്യാറാണ്. പക്ഷെ നിങ്ങൾ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. ഓക്കെ, അങ്ങനെയുള്ള ആളുകളൊക്കെ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകാം. അതിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഈ ഒരു റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആൻഡ് കമന്റ് ചെയ്യുക.